ഇന്ന് ഓശാന ഞായറാണ്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദർശനങ്ങളും നടന്നു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മതമേലധ്യക്ഷന്മാർ ആഹ്വാനം ചെയ്തു. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന വിശുദ്ധവാരത്തിന് ഇന്ന് ഓശാന ഞായറോടെ തുടക്കം. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് തിരുക്കർമ്മങ്ങൾക്കിടയിലുള്ള സന്ദേശത്തിൽ സഭാമേലധ്യക്ഷന്മാർ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികനായി. നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ പരസ്പര വിദ്വേഷത്തിന്റെയും പകയുടെയും ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാടിനോ നല്ലൊരു കാര്യമല്ല. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ബസലിക്കയിൽ സിറോ മലങ്കര ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലിമിസ് മുഖ്യ കാർമ്മികനായി. യുദ്ധത്തിന്റെ കെടുതി മൂലം ജെറുസലേം നഗരം, ജെറുസലേമിലെ നമ്മുടെ ക്രൈസ്തവ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, പൊതുവീഥി ഇവയിലൊന്നും ഇന്ന് പരസ്യമായ കൂട്ടമായ ആരാധന ഇല്ല എന്നതോർക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കോട്ടയം പാമ്പാടി മാർ കുര്യാക്കോസ് ദേയറയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയും കോട്ടയം പൊൻപള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ബാവയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.